ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജൂപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. മൂങ്ങയും കാക്കയും ഒരേ കാട്ടിലാണ് താമസം. മൂങ്ങ മിതഭാഷിയും കാക്ക വായാടിയുമായിരുന്നു. സ്വന്തം നിറത്തിലുള്ള തിളക്കത്തെക്കുറിച്ചും ബുദ്ധി വൈഭവത്തെക്കുറിച്ചും കാക്ക എല്ലാവരോടും പ്രസംഗിക്കും. ഇത് പറയാവർത്തി കേട്ട മൂങ്ങ പറഞ്ഞു, അഹങ്കാരം ആപത്ത് വരുത്തും കേട്ടോ. അതിന് ചെവി കൊടുക്കാതെ പറന്ന കാക്ക താഴെയുള്ള പാറയിൽ തീറ്റ കിടക്കുന്നത് കണ്ടു. അത് കൊത്തിയെടുത്ത് പറക്കാൻ ചിറക് വിളർത്തുമ്പോൾ ഒരു കുറുക്കൻ ആ വഴി വന്നു. കുറുക്കൻ കാക്കയെ പോഴ്ത്താൻ തുടങ്ങി. കാക്കക്കറമ്പിയുടെ പാട്ട് എത്ര മനോഹരമാണ്, ഒന്ന് പാടുമോ? കാക്ക അത് കേട്ട് പുളകിത കഞ്ചുകയായി. പാടാൻ വായ തുറന്നു. തീറ്റ താഴെ വീണു. കുറുക്കൻ അതുമായി സ്ഥലം വിട്ടു. ഇളിഭ്യനായ കാക്ക മൂങ്ങയോട് കാര്യം പറഞ്ഞു. മൂങ്ങ പറഞ്ഞു, സാമർഥ്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രവൃത്തികൾ എങ്ങോട്ട് നയിക്കുമെന്ന് തിരിച്ചറിയാനും ആവശ്യമെങ്കിൽ തിരുത്താനുമുള്ള കഴിവാണ്. പ്രവൃത്തിയുടെ ഫലമാണ് അവയുടെ ശ്രേഷ്ഠത നിർണയിക്കുന്നത്. താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ അഭിമാനിക്കുന്നവരെല്ലാം ചില കാര്യങ്ങൾ സ്വയം വിലയിരുത്താണ്. ആ കാര്യങ്ങൾ കൊണ്ട് ആരുടെയെങ്കിലും സ്വഭാവ രൂപീകരണത്തിനോ ആത്മീയ വളർച്ചയ്ക്കോ കാരണമാകുന്നുണ്ടോ? ഈ പ്രവൃത്തി കൊണ്ട് ആർക്ക് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? മടങ്ങിവരവിനുള്ള അറിവ് അഥവാ മാനസാന്തരത്തിനുള്ള സന്ദേശം അംഗീകരിക്കലാണ് പുതുക്കം പ്രാപിക്കലിന് അനിവാര്യം. എല്ലാം ശരിയായി ചെയ്യുന്ന ആരും ഉണ്ടാകില്ല. യോഗ്യമായ ജീവിത പാതയിലേക്ക് എത്തണമെങ്കിൽ തിരിച്ചറിവുകളും തിരുത്തലുകളും ആവശ്യമാണ്. ഏത് യാത്രയിലും തിരിച്ചറിവിന്റെ പാഠങ്ങൾ ലഭിച്ചു എന്ന് വരാം. എത്ര അനുഭവ സമ്പത്തുണ്ടായാലും പുതുതായി പഠിക്കാനും പരിശീലിക്കാനും എന്തെങ്കിലുമൊക്കെ ഇനിയും ഉണ്ടാകും. ബുദ്ധി ഉപദേശങ്ങൾക്ക് മുമ്പിൽ വാതിലടച്ച് മുമ്പോട്ട് പോകാതിരിക്കുക എന്നതാണ് ജീവിതത്തിന് വഴിത്തിരിവ് ഏകാനുള്ള ഏക വഴി. മറ്റുള്ളവരെയും അവരുടെ നിർദ്ദേശങ്ങളെയും അവഗണിച്ച് സ്വന്തം പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർക്ക് ആരെയെങ്കിലും അംഗീകരിക്കാനോ തങ്ങളുടെ തീരുമാനത്തെ തിരുത്തുവാനോ ആകില്ല. അനന്തരഫലം വിനാശകരമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ മടക്കയാത്ര ആരംഭിക്കുന്നതാണ് ബുദ്ധി. ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് ആവർത്തിച്ചു കൊടുക്കുന്ന ബുദ്ധിയുപദേശം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6:12 10:23 വിവരിച്ചിരിക്കുന്നത് കാണാം. ആ ഭാഗത്ത് വിവരിക്കുന്നതിന്റെ സംക്ഷിപ്തമായ രൂപം, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും എനിക്ക് ആത്മീയ വർധനവ് വരുത്തുന്നത് അല്ല. കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. മറ്റൊരർത്ഥം എല്ലാം നിയമാനുസൃതമാണ് എന്നും വരാം. അതെല്ലാം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ചെയ്യുവാൻ എനിക്ക് സാധിക്കില്ല എന്ന് സാരം. ഉദാഹരണമായി പറഞ്ഞാൽ, ബാറിന് ലൈസൻസ് സർക്കാർ കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ ലൈസൻസ് ഉള്ളത് കൊണ്ട് അവിടെ കയറി കുടിക്കാനോ ലൈസൻസ് എടുത്ത് ബാർ നടത്തുവാനോ എനിക്ക് പോയിക്കൂടാ എന്ന് സാരം. വിശ്വാസിയായ ഒരുവൻ നോക്കേണ്ടത് ഏതെങ്കിലും ആത്മീയ പ്രയോജനമുള്ള ഒന്നാണോ അത്? അതോ എന്നെ തോൽപ്പിച്ച് ലജ്ജിതനാക്കാൻ പോരുന്നതാണോ? ഈ പ്രവൃത്തി ദൈവനാമമഹത്വത്തിന് ഉതകുമോ? ഇങ്ങനെയൊന്നും പ്രയോജനമില്ലാത്തതാണെങ്കിൽ പിന്നെ ആ പ്രവൃത്തി ചെയ്തിട്ട് എന്താ ഗുണം? പണവും അധ്വാനവും സമയം കളയുന്നത് കൊണ്ട് എന്താ പ്രയോജനം? എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഒരു പ്രയോജനമില്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതല്ലേ ബുദ്ധി? പൊതുവിൽ കണ്ടുവരുന്ന പ്രവണത, ദൈവവചനത്തിൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ ലംഘിക്കാമെന്ന് ഗവേഷണം നടത്തി അരുതാത്തത് ചെയ്ത് അപകടം ചോദിച്ചു വാങ്ങുക എന്നതാണ്. മദ്യപാനം അരുത്, അങ്ങനെയുള്ളവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് വചനം പറയുന്നത്. നീ മദ്യപാനിയുടെ കൂട്ടത്തിലും
മാംസ ഭോജന പ്രിയന്മാരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായിത്തീരും എന്ന് സദൃശവാക്യങ്ങൾ 23:20 പറയും. അങ്ങനെയാണോ വചനം പറയുന്നത്? എങ്കിൽ ഞങ്ങൾ കൂടുതൽ കുടിക്കും എന്ന വാശിയോടെ ഈ ഓണത്തിന് മാത്രം കേരളക്കര കുടിച്ചു തീർത്തത് 150 കോടി രൂപയിൽ കൂടുതൽ വരുന്ന മദ്യമാണ്. യാത്രാവേളകളിൽ പലയിടത്തായി കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് പോട്ടിയും കപ്പയും. പല പ്രദേശത്തും വിവാഹത്തലേന്ന് അത്താഴമൂട്ടിനായി വിളമ്പുന്ന പ്രധാന ഐറ്റം പോട്ടിയായിരിക്കുന്നു. ദൈവവചനപ്രകാരം മൃഗങ്ങളുടെ ആന്തര അവയവങ്ങളിൽ ചുട്ടുകളയേണ്ട വസ്തുവാണിത്. അങ്ങനെ വചനം പറയുന്നെങ്കിൽ ഞങ്ങൾ അത് കുടിക്കും, അത് കഴിക്കുകയും ചെയ്യും എന്ന് മത്സരിച്ച് രോഗങ്ങൾ വരുത്തി വയ്ക്കുന്നു. അതേപോലെ ഇസ്രായേൽ മക്കൾക്ക് കഴിച്ചുകൂടാത്തവയിൽ ഒന്നാണ് പോർക്ക്. എന്നാൽ പന്നിയിറച്ചി ലോക ജനസംഖ്യയിൽ 40% പേരും കഴിക്കുന്നതായാണ് അറിയുന്നത്. അത് ഇസ്രായേലിനോട് പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് മാർഗമല്ല എന്ന നിലയിലാണ് കഴിപ്പ്. ഇസ്രായേലിലുള്ളത് മനുഷ്യരല്ലേ, അവിടെയുള്ള ജനത്തോട് പറയുവാനാണ് ദൈവം കൽപ്പിച്ചത്. എവിടെയുമുള്ള ജനം ആ കൽപ്പനകൾ പാലിച്ചാൽ നന്മയേ വരൂ. പന്നിയിറച്ചിയുടെ രുചിക്കൂടുതൽ കൊണ്ടല്ല അധികം ആൾക്കാരും കഴിക്കുന്നവർ. ദൈവവചനത്തിൽ പന്നിയിറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കാൻ അതിനെ ലംഘിക്കുവാനുള്ള പ്രവണത പിശാച് മനുഷ്യന് വളർത്തിക്കൊണ്ടു വന്നിരിക്കയാൽ ജനം അതിന് വശംവദരാകുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ മനുഷ്യൻ തോൽക്കുന്നു, പിശാച് ചിരിക്കുന്നു. കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നിത്യാദി കൽപ്പനകളും ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന കൽപ്പനകളാണ്. അവർക്ക് കൊടുത്തതായതുകൊണ്ട് നമുക്ക് ഈ കൽപ്പനകൾ ഒന്നും പാലിക്കേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രായോഗിക നിർദ്ദേശങ്ങൾ ഏത് രാജ്യക്കാർക്കും ഒന്ന് തന്നെയാണ്. അത് പാലിച്ചാൽ അവർക്ക് കൊള്ളാം. മേൽ പറഞ്ഞതുപോലെയാണ് ആഭരണധാരണവും. കേരളത്തിൽ നിന്നുള്ള വിശ്വാസികളെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തിരിച്ചറിഞ്ഞിരുന്നത് അവരുടെ വേർപാട് പാലിക്കാനുള്ള വ്യഗ്രതയുടെ അടിസ്ഥാനത്തിലായിരുന്നു. മുഖം ക്ലീനായി സൂക്ഷിക്കുക, ലൈറ്റ് കളറുള്ള വസ്ത്രം ധരിക്കുക, ആഭരണങ്ങൾ അണിയാതിരിക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. ആ കാലത്ത് സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കി പലരും അടിമ നുഖത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരുന്നു. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നത് പ്രകാരമാണ്: കേരളത്തിൽ നിന്നുള്ളവരും അവിടെ നിന്ന് പോയവരും മാത്രമല്ലേ ഈ നിലയിലുള്ള വേർപാട് ഉപദേശം പഠിപ്പിക്കാറുള്ളൂ? അതെ എന്നുള്ളതാണ് മറുപടി. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേർ വ്യത്യസ്ത നാടുകളിലേക്ക് ജോലിക്കും സുവിശേഷ പ്രവർത്തനത്തിനുമായി പോയിട്ടുള്ളത്. സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനവും കേരളമാണ്. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരുപിടി ശ്രേഷ്ഠത കേരളത്തിനുണ്ട്. ഇന്ന് നാം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അനുഭവിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത് ആ നിലയിൽ തയ്യാറാക്കിയ അതിന്റെ ശില്പികളെ ഇത്തരുണത്തിൽ ഓർത്ത് പോകുന്നു. ആഭരണവർജനം അടിസ്ഥാന ഉപദേശമായി പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നിരിക്കലും പഴയ മനുഷ്യനെ വിട്ട് പുതിയ മനുഷ്യൻ ആയതിന്റെ പ്രത്യക്ഷ ലക്ഷണമായാണ് ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ പുതിയ സൃഷ്ടിയായാൽ ആ വിവരം അവന്റെ വളർത്ത് നായ വരെ അറിയും എന്നാണ് പറയുന്നത്. അത് എങ്ങനെയെന്നാൽ, കുടിച്ച് ലക്കുകെട്ട് വരുന്ന യജമാനനെ സ്വീകരിക്കുവാൻ നായ വാലും ആട്ടി സ്നേഹം പ്രകടിപ്പിച്ച് അടുത്തു ചെല്ലും. വീട്ടിലുള്ളവൻ നായയോട് അല്പം വർത്തമാനമൊക്കെ പറഞ്ഞതിനു ശേഷം കാലുമടക്കി ഒരു അടി കൊടുക്കും. നായ കരഞ്ഞും കൊണ്ട് ഓടും. എന്നാൽ രക്ഷിക്കപ്പെട്ടതിനു ശേഷം സുബോധം വന്നവനായി നായയെ ചേർത്ത് നിർത്തി തലോടുന്ന രീതിയിലേക്ക് ആള് വരും. യജമാനന് വലിയ വ്യത്യാസം വന്നു എന്ന് മനസ്സിലാക്കി ആ നായ ആൾക്കു ചുറ്റും ഓടും. ഈ വ്യത്യാസം മൃഗങ്ങൾക്ക് മാത്രമല്ല വീട്ടുകാർക്കും നാട്ടുകാർക്കും മനസ്സിലാകും. അങ്ങനെയാണ് വചനവും പറയുന്നത്. ലോകപ്രകാരം
നന്മ അനുഭവപ്പാൻ വിധിച്ചിരുന്ന ഇസ്രായേലിന് പോലും ആഭരണവർജനം അനിവാര്യമായി തീർന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 33-3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആഭരണങ്ങൾ വരുത്തിയ അപകടങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ദൈവം പറയുന്നത്, നിന്റെ ആഭരണങ്ങൾ നീക്കി കളയുക എന്നാണ്. അങ്ങനെ ഹോറേബ് പർവ്വതം മുതൽ ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല എന്നും വായിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം ഉയരാം, ദൈവം പറഞ്ഞിട്ടല്ലേ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ചു വാങ്ങിയത്? അത് ശരി തന്നെ. എന്നാൽ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല. വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങുക, അത്ര തന്നെ. മിസ്രയീമ്യരുടെ മാതൃക പിൻപറ്റുവാനോ അത് കണ്ട് അത് അണിഞ്ഞുകൊണ്ട് നടക്കുവാനോ പറഞ്ഞിരുന്നില്ല. അങ്ങനെ എഴുതാപ്പുറം വായിക്കാൻ ഇരുന്നത് കൊണ്ട് അത് ഉരുക്കി കാളക്കുട്ടിയെ ഉണ്ടാക്കാനും അതിന് മുമ്പിൽ തുള്ളാനും ഇടവന്നു. മരുഭൂമിയിലൂടെ ജീവനും കയ്യിൽ പിടിച്ച് പുറുപുറുത്തും കൊണ്ട് നടക്കുമ്പോൾ കഴുത്തിലും കാതിലും ഇത് അണിഞ്ഞിട്ട് എന്താ പ്രയോജനം? ചോദ്യം പിന്നെയും ഉയരുന്നു. പുതിയ നിയമകാലത്തെ വിശ്വാസികളായ നാം അനുസരിക്കേണ്ടത് പുതിയ നിയമ തിരുവെഴുത്തുകളെയല്ലേ? പ്രവൃത്തിയുടെ പുസ്തകം 15-19-20 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രകാരം വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവയല്ലേ വർജിക്കേണ്ടത്? മറ്റുള്ളവയെല്ലാം നമുക്ക് ആകാമല്ലോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. യഹൂദന്മാരല്ലാത്ത ആളുകൾ സുവിശേഷം കേട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ അവർക്ക് ചുമക്കാൻ വയ്യാത്ത ഭാരം ചുമക്കാൻ അവരെ നിർബന്ധിച്ചുകൂടാ. അവർ ഉടൻ പാലിക്കേണ്ടത് എഴുതി അറിയിച്ചു എന്നേ ഉള്ളൂ. ബാക്കിയുള്ളവ വചനം പ്രസംഗിക്കുന്നവരായ ഉപദേശിമാരും ചുമതലപ്പെട്ടവരും സാവകാശം പോലെ അറിയിച്ചുകൊള്ളും എന്നാണ് പ്രവൃത്തിയുടെ പുസ്തകം 15-20 നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യം കൂടുതൽ വ്യക്തമാക്കാൻ M.A. ജോയി സാർ ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം പറയാം. ഒരു സ്ഥലം സാറ് പറഞ്ഞത് ഓർമ്മയിൽ ഉണ്ടെങ്കിലും അത് പറയുന്നില്ല. ഒരു സ്ഥലത്ത് വിവാഹ ശുശ്രൂഷ നടക്കുകയാണ്. ഒരാളുടെ 45 മിനിറ്റ് നേരത്തെ പ്രസംഗം കഴിഞ്ഞു. അടുത്ത ആളും പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു. പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വരൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ആൾക്കാർ അടക്കം പറഞ്ഞു തുടങ്ങി. പ്രസംഗം നിന്നു. പ്രായമുള്ള ചിലർ എഴുന്നേറ്റ് പുറത്തിറങ്ങി ചെറുക്കനെ അന്വേഷിച്ചു. ചെറുക്കൻ തൂണും ചാരി പുറത്ത് നിൽപ്പുണ്ട്. പുറത്തേക്ക് വന്നവർ കാര്യം അന്വേഷിച്ചു. അവന് പറഞ്ഞു, എനിക്ക് കല്യാണവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ വെറുതെ വിട്ടാൽ മതി. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, അവളുടെ കാര്യവും നോക്കിയിരുന്നാൽ എനിക്ക് പണിക്കൊന്നും പോകണ്ടേ. കാര്യം മനസ്സിലാക്കിയവര് എല്ലാം കൂടി ചെറുക്കനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കല്യാണം നടത്തി. ഒരായുസ് കൊണ്ട് സാധിക്കേണ്ട കാര്യമത്രയും ഒറ്റ ദിവസം കൊണ്ട് സാധിക്കണം എന്ന നിലയിൽ അവതരിപ്പിച്ചതാണ് ഭയത്തിന് കാരണമാക്കിയത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം, അത് ഭൂകമ്പമായാലോ അവിടെ പഴിച്ചു. ഏത് ജീവിതവും അങ്ങനെ തന്നെ. കുടുംബ ജീവിതമാകട്ടെ, സഭാജീവിതമാകട്ടെ, തുടർന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത സന്ദേശത്തിൽ ചിന്തിക്കാമെന്ന് ആശിച്ച് വാക്കുകൾ പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.